പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള സാഹചര്യം ചർച്ച ചെയ്യുന്നതിനാണ് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഇന്ന് അടിയന്തര യോഗം ചേരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സുരക്ഷാ കൗൺസിലിൻ്റെ അടിയന്തര യോഗം ചേരുന്നത്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ സുരക്ഷാ കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് യോഗം ചേരുന്നത്. ഈ യോഗത്തിന് രഹസ്യ സ്വഭാവമാണുള്ളത്, അതായത് ക്ലോസ് ഡോർ മീറ്റിംഗ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ചേരുന്നത്, അതായത് ഒരു ക്ലോസ് ഡോർ മീറ്റിംഗ് ആയിട്ടായിരിക്കും ഈ യോഗം ചേരുന്നത്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സൈനികമായ നടപടികളിലേക്ക് കടക്കുമെന്ന് നേരത്തെ തന്നെ ഏറെക്കുറെ ഉറപ്പായിരുന്നു. ഇതിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്ന ആശങ്കകളുടെ ഭാഗമായിട്ടാണ് തുടർച്ചയായിട്ടാണ് ഈ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഇപ്പോൾ യോഗം വിളിച്ചു ചേർക്കാൻ വേണ്ടി ആ രാജ്യം ആവശ്യപ്പെടുകയും തുടർന്ന് കൗൺസിൽ യോഗം ചേരുകയും ചെയ്യുന്നത്. പക്ഷേ ഈ സുരക്ഷാ കൗൺസിലിലെ അംഗങ്ങൾ ഈ പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിന് നൽകുന്ന പിന്തുണയെ സംബന്ധിച്ച് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. ഇതിനിടയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് അല്ലെങ്കിൽ അതിന് അയവ് വരുത്തുന്നതിന് റഷ്യ ഇടപെടണമെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മോസ്കോയിലെ പാകിസ്ഥാൻ സ്ഥാനപതിയായ മുഹമ്മദ് ഖാലിദ് ജമാലിയാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസിന് നൽകിയ ഇൻ്റർവ്യൂവിലാണ് ഈ മുഹമ്മദ് ജമാലി ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും രാജ്യാന്തര സമൂഹത്തിന് മുന്നിൽ ഈ ആശങ്ക കാരണം പാകിസ്ഥാൻ ഓടി നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഐക്യരാഷ്ട്രസഭയിലെത്തുന്നു, റഷ്യയോടെത്തുന്നു, ഒക്കെ എത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒരു യുദ്ധത്തിന് പാകിസ്ഥാന് നേരിടാനുള്ള കെൽപ്പ് നിലവിൽ പാകിസ്ഥാൻ ഇല്ല എന്നത് തന്നെയാണ് അവരുടെ ഈ ആശങ്കകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന പ്രധാനപ്പെട്ട കാര്യം.